വയനാട് പനമരത്തെ മോഷ്ടാക്കൾക്ക് പണത്തേക്കാൾ പ്രിയം മദ്യമാണ്. രാത്രിയിൽ 2 സ്മോൾ അടിക്കണമെന്ന് കരുതിയാൽ കാശ് കൊടുത്തൊന്നും അവർ കുടിക്കാൻ മെനക്കേടില്ല. പകരം ബിവറേജസ് ഔട്ട്ലെറ്റിൽ കയറി മോഷണം നടത്തും. കഴിഞ്ഞ രാത്രി പനമരത്ത് പ്രവർത്തിക്കുന്ന ബെവറേജസിൽ നിന്ന് നിരവധി മദ്യക്കുപ്പികളാണ് മോഷ്ടിച്ചത്. വെന്റിലേറ്റർ കുത്തിപ്പൊളിച്ചാണ് അകത്തു കടന്നത്. ഇത് 3ാം തവണയാണ് ഇവിടെ മോഷണം ഉണ്ടാകുന്നത്. വയനാട് പനമരം നീരട്ടാടി റോഡിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് വിൽപ്പനശാലയിലാണ് 3ാം തവണയും മോഷ്ടാക്കൾ എത്തിയത്. ഇത്തവണ പിൻവശത്തുള്ള ജനറേറ്റർ മുറിയുടെ വെന്റിലേറ്റർ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് പ്രവേശിച്ചത്. കഴിഞ്ഞ 31-ന് രാത്രി അടച്ചുപോയ ഷോപ്പ് 1-ാം തീയതിയിലെ അവധി കഴിഞ്ഞ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന കാര്യം മനസ്സിലാവുന്നത്. പണം നഷ്ടപ്പെട്ടില്ലെങ്കിലും വിദേശ മദ്യം നഷ്ടപ്പെട്ടതായി സംശയമുണ്ട്. സ്റ്റോക്കുണ്ടായിരുന്ന മദ്യക്കുപ്പികളുടെ കണക്കെടുത്ത ശേഷമേ കൃത്യമായ വിവരം ലഭ്യമാവുകയുള്ളൂ. എക്സൈസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പിൻവശത്തെ ഷട്ടറിന്റെ പൂട്ട് തകർത്തും ജനലുകളുടെ ഗ്ലാസുകൾ തകർത്തും അകത്ത് കടക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നതോടെയാണ് വെന്റിലേറ്റർ തകർത്ത് അകത്ത് കടന്നത്. ഷട്ടർ പൊളിച്ചിട്ട് ആണ് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റും. എന്നിട്ട് അത് കഴിയാതെ വന്നപ്പോൾ ജനറേറ്ററിൻ്റെ ആ ഭാഗത്ത് ഒരു ഗ്രില്ലുണ്ട്. ഗ്രില്ല് പൊളിച്ചിട്ടാണ് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പിന്നെ ഇതിപ്പോൾ 2ാമത്തെ അറ്റംപ്റ്റാണ്. ഏകദേശം 1 വർഷത്തോളമായി ഇതിനു മുമ്പിൽ ഇങ്ങനെ കള്ളം കയറിയത്. അതിനുശേഷം ഇത് 2ാമത്താണ്. എക്സൈസിന് പുറമെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.